നിധിയുടെ ശ്വാസം നേരെ വീണു. ഗോപൻ നിധിയെ നോക്കി. അവന് അവളുടെ മുഖം കാണുമ്പോൾ തന്നെ ദേഷ്യം കൂടി. എങ്കിലും അത് ഉള്ളിൽ തന്നെ വെച്ചു. ശാരി ഒന്നും പറഞ്ഞില്ലേ? നിധി എടുത്തു ചോദിച്ചു. ഇല്ല. ഇതും അവളുടെ ഒരു നാടകമാണോ എന്നാ എനിക്കിപ്പോൾ തോന്നുന്നത്. അത് കേട്ടതും എല്ലാവരുടെയും മുഖത്തൊരു സന്തോഷം തെളിഞ്ഞു. അവൻ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി. അച്ഛൻ പ്രതിസ്ഥാനത്ത് ഉണ്ടാവല്ലേ എന്നവൻ ആഗ്രഹിച്ചിരുന്നു. ഗോപൻ പുറത്തേക്ക് നടന്നു. എന്നാലും അവൾ എന്താ ഒന്നും പറയാതിരുന്നത്? മുത്തശ്ശിക്ക് അത് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടിയില്ല. നിധി ചിരിച്ചു. നീ എന്തെങ്കിലും പണി ഒപ്പിച്ചോ ഇതിനിടയിൽ? ഇനി അവൾ സംസാരിക്കണമെങ്കിൽ പോലും എൻ്റെ അനുവാദം വേണം. അതെന്താ? ഞാൻ പറഞ്ഞില്ലേ നേരത്തെ എൻ്റെ കയ്യിലൊരു ആയുധമുണ്ടെന്ന്. എന്താ മോളെ അത്? തൽക്കാലം ആരും അതറിയണ്ട. ചേട്ടനുമായിട്ട് എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് പറയാം. ആ വിഷയം പറയുമ്പോൾ മാത്രം മുത്തശ്ശി ഒരക്ഷരം മിണ്ടില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ എല്ലാം ഞാൻ ചേട്ടനോട് തുറന്നു പറയും. വേണ്ട, നീയൊന്നടങ്ങ്. ഗോപൻ അവൻ്റെ കാറ് തുറക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവൻ അച്ഛൻ്റെ കാറിലേക്ക് കയറി. ഞാൻ ഓടിക്കാം ഗോപ. അച്ഛൻ കയറ്. അച്ഛൻ പുറകിൽ ചെല്ല്. എൻ്റെ അച്ഛന് കമ്പനിയായിട്ട്. അവൾ അയാളെ മാറ്റി. ഒന്നും ആലോചിക്കാതെ മുമ്പിലെ സീറ്റിലേക്ക് കയറി. അയാൾക്കതൊട്ടും ദഹിച്ചില്ല. പക്ഷേ വേറെ നിവർത്തിയില്ല. എടാ ഈ പെണ്ണ്, മുത്തശ്ശി പതിയെ അയാളുടെ ചെവിയിൽ പറഞ്ഞു. തൽക്കാലം ഇങ്ങനെ പോട്ടെ, പിന്നെ ശരിയാക്കാം. ഇങ്ങനെ പോയാൽ പിന്നെ നമ്മുടെ കയ്യിൽ കാര്യം നിൽക്കില്ല. എന്താ ഒരു രഹസ്യം? വിനോദിന് അത് അറിയണോ? മുത്തശ്ശി അല്പം കലിപ്പിച്ചു. അമ്മയ്ക്ക് എന്താ ദേഷ്യം? ഒന്നുമില്ല, നീയൊന്നും മിണ്ടാതിരിക്കാവോ? ഈ തള്ളയ്ക്ക് ഭ്രാന്താണോ? അയാൾ പിറുപിറുത്തു. സമാധാനമില്ലാതെ അയാൾ കുറേ കുടിച്ചു. മതി ചേട്ടാ, ഈ രാവിലെ തന്നെ. ആ നായ എന്നെ കുറച്ചു മുമ്പ് വിളിച്ചിരുന്നു. എനിക്ക് ഉറപ്പായിരുന്നു അവൻ ഇനിയും പണം ചോദിക്കുമെന്ന്. ആര്? ആ അബി. അവനെയൊക്കെ ചേട്ടൻ എന്തിനാ പേടിക്കാൻ പോകുന്നത്? അവൻ ചോദിക്കുന്നതൊക്കെ കൊടുത്തില്ലെങ്കിൽ എല്ലാം ഗോപനോട് പറയുമെന്ന്. പിന്നെ എങ്ങനെ പേടിക്കാതിരിക്കും? ചെന്ന് പറയട്ടെ ചേട്ടാ, അല്ലാതെ ഇവൻ്റെയൊക്കെ ഭീഷണി സഹിച്ച് തോൽക്കാൻ നിൽക്കാതെ. നിനക്കത് പറയാം. അവൻ സത്യം പറഞ്ഞാൽ പിന്നെ എന്നെ സ്നേഹിക്കില്ല. അവൻ എന്നെ വെറുത്താൽ പിന്നെ. അങ്ങനെയൊന്നും വരില്ല ചേട്ടാ. നിനക്ക് ഗോപനെ അറിയാഞ്ഞിട്ടാണ്. സത്യം അവൻ അറിഞ്ഞാൽ ഗോമതിയുടെ കാര്യത്തിൽ അവൻ ഉറപ്പായും എന്നെ തള്ളിപ്പറയും. ആ അബി എനിക്കൊരു പ്രശ്നമായി മാറും. എന്നെ വിളിച്ചു ഭീഷണിപ്പെടുത്താൻ മാത്രം അവൻ വളർന്നു. അവൻ പറയുന്നത് ഗോപൻ വിശ്വസിക്കുമോ? ഞാൻ കൊടുത്ത പൈസ അവൻ്റെ കയ്യിലുണ്ട്. എൻ്റെ ഒരു ഫോൺ കോളും. എൻ്റെ സ്വത്തിൻ്റെ പകുതിയുടെ വില അവൻ ചോദിച്ചിട്ടുണ്ട്. കൊടുത്തില്ലെങ്കിൽ അവൻ നാളെ തന്നെ ഗോപൻ്റെ അടുത്ത് പോകും. ഇനി എന്തു ചെയ്യും? എത്ര കൊടുത്താലും അവൻ ചോദിച്ചുകൊണ്ടേയിരിക്കും. അത് ഉറപ്പാണ്. അങ്ങനെ ഒരാളെ പേടിച്ച് ജീവിക്കാൻ എനിക്ക് പറ്റില്ല. നാളത്തെ ഒരു ദിവസം അതോടെ അബി എന്ന കഥാപാത്രം ഈ കഥയിൽ നിന്നും ഒഴിയണം. ചേട്ടാ, അവൻ്റെ കഥ ഇതു മതി. എനിക്ക് മീതെ അവൻ ഇനി പറക്കില്ല. ഗായത്രി മോള് ഗോമതിയെ നന്നായി നോക്കുന്നുണ്ട് മോനെ, മുത്തശ്ശി പറഞ്ഞു. ഗായത്രി ഗോമതിക്ക് ആഹാരം കൊടുക്കുന്നത് നോക്കി ഗോപൻ ആ മുറിയിൽ തന്നെ നിന്നു. അമ്മയ്ക്ക് അവൾ തന്നെ ആഹാരം കൊടുത്തോളാം എന്ന് പറഞ്ഞ് വാശി പിടിച്ചാണ് പാത്രം ഗോപൻ്റെ കയ്യിൽ നിന്നും മേടിച്ചത്. ഗായത്രിയെ ഗോമതിക്കും ഇഷ്ടമായിരുന്നു. പക്ഷേ ശാരികയായിരുന്നു അടുത്തെങ്കിൽ അവർക്ക് ഒരുപാട് സന്തോഷമായേനെ. ഗോമതി ഗോപനെ നോക്കി. അവർക്കത് അവനോട് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ഗോപൻ ഇപ്പോൾ അമ്മയെ കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. അവൻ അമ്മയുടെ കയ്യിൽ പിടിച്ചു. പിന്നെ പറഞ്ഞു, ശാരിയുടെ കാര്യമല്ലേ? അതേയെന്ന് അറിയിക്കാൻ ഒന്ന് തല അനക്കാനെങ്കിലും കഴിഞ്ഞിരുന്നു എങ്കിൽ അവർക്ക്. ഗോമതി ഒരുപാട് ശ്രമിച്ചു. പക്ഷേ ഒന്ന് ചലിക്കുക എന്നത് ഇനി അവൾക്ക് പെട്ടെന്നൊന്നും സാധിക്കുന്ന ഒന്നല്ലായിരുന്നു. ഞാൻ അവളെ ഇങ്ങോട്ട് വിളിച്ചിരുന്നു. പക്ഷേ വരില്ല. വാശിയാണ്. കുറ്റം പറയാൻ പറ്റില്ലല്ലോ അമ്മേ. തെറ്റ് എൻ്റെ ഭാഗത്ത് തന്നെയാണല്ലോ. എന്ന് ആര് പറഞ്ഞു? അവൾ കളിച്ച കളിയാണ്. ഇന്നലെ നീ അവിടെ വന്നത് കണ്ടതല്ലേ? നിന്റെ അച്ഛനൊരു പാവമാണ്. അതുകൊണ്ട് ഇന്നലെ അവളെ ആ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് നാണം കെടുത്തിയില്ല. ഞാൻ നേരിട്ട് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് അവൾ നിന്റെ അമ്മയെ തലക്കടിച്ച് വീഴ്ത്തുന്നത്. അവൻ മുത്തശ്ശിയുടെ വാക്കിന് ഒട്ടും ശ്രദ്ധ കൊടുക്കാതെ ആ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോകാൻ ഒരുങ്ങി. നിനക്ക് വിശ്വാസമായി കാണില്ല എന്ന് എനിക്കറിയാം. ഗോമതി സംസാരിച്ചിരുന്നെങ്കിൽ നീ സത്യം അറിഞ്ഞേനെ. നീ വീണ്ടും അവളുടെ പുറകെ ചെല്ലുന്നത് നിന്റെ അമ്മയെ എത്ര വിഷമിപ്പിക്കുന്നുണ്ടാകും. പാവം എൻ്റെ ഗോമതി. അവർ ഇല്ലാത്ത കരത്തിൽ കഷ്ടപ്പെട്ടു വരുത്തി. അവൻ മുറിയിൽ നിന്നും ഇറങ്ങി. ആ തള്ളയുടെ അതേ സ്വഭാവം. അവൻ പോയെന്ന് ഉറപ്പായപ്പോൾ മുത്തശ്ശി അരിശത്തിൽ പറഞ്ഞു. പിന്നെ അവർ ഗോമതിയുടെ നേരെ തിരിഞ്ഞു. ഇനി ഇവിടെ നിന്നും എഴുന്നേക്കാന്ന് നീ നോക്കണ്ട. എന്താ മുത്തശ്ശി ഇത്? ഗായത്രി ഒന്ന് ഷോക്കായി. ഗായത്രി അവിടെയുള്ള കാര്യം അവർ വിട്ടുപോയി. നിധിയാണെന്ന് കരുതി പറഞ്ഞു പോയതാണ്. ഞാൻ പറഞ്ഞതല്ല മോളെ. അങ്ങനെ പറയുന്നവളാണ് ആ ശാരി. എന്നിട്ടും ചേട്ടൻ അവളെ എത്ര സ്നേഹിക്കുന്നുണ്ടല്ലേ?
നിനക്ക് ഗോപനെ ഇഷ്ടമാണോ? എന്താ മുത്തശ്ശി, ചേട്ടൻ, നിനക്ക് ആഗ്രഹമുണ്ടോ? എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ആണെങ്കിൽ ഈ മുത്തശ്ശി നിങ്ങളുടെ വിവാഹം നടത്തിത്തരും. അതുവരെ നീ ജീവിച്ചിരുന്നിട്ട് വേണ്ടേ? പരട്ടക്കിളവി നിധി വാതിലിനപ്പുറം ഉണ്ടായിരുന്നു. ഇഷ്ടമാണോ? അത് ആണോ? പക്ഷേ ശാരിയല്ലേ ചേട്ടൻ സ്നേഹിക്കുന്നത്. അതൊക്കെ മാറും. ഇനി ഞാൻ തന്നെ കളിച്ചോളാം. പദ്ധതിയൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ തട്ടിയെടുക്കാൻ എനിക്ക് താല്പര്യമില്ല. കുടുംബങ്ങൾ തമ്മിൽ ആലോചിച്ച് നടത്തി തരണം. അതും ചേട്ടൻ്റെ പൂർണ്ണ സമ്മതത്തോടെ. അതൊക്കെ നടക്കും. എന്ത് നടക്കുമെന്നാണ് മുത്തശ്ശി? നിധി അകത്തേക്ക് കയറി വന്നു. എന്തോ മുത്തശ്ശിക്ക് നിധിയെ ഇപ്പോൾ അത്ര പിടിക്കുന്നുണ്ടായിരുന്നില്ല. എന്ത് നടക്കുന്ന കാര്യമാണ്? അത് മോൾ അറിയണ്ട. അങ്ങനെ ഞാൻ അറിയാതെ ഒന്നും ഇവിടെ നടക്കണ്ട. ഗായത്രി പോയി കഴിക്ക്. ഞാൻ ഇവിടെ നിന്നോളാം. വേണ്ട നിധി. പോകാൻ പറഞ്ഞാൽ പൊയ്ക്കോണം. ആ വീട്ടിൻ്റെ അധികാരം ഏറെക്കുറെ നിധി ഏറ്റെടുത്തിരുന്നു. അവൾ ഇവിടെ നിൽക്കട്ടെ. മുത്തശ്ശി മുഖം ചുളിച്ചു. നിന്നോട് പോകാനാണ് പറഞ്ഞത്. നിധിയുടെ ഭാവമൊക്കെ മാറി. ഗായത്രിക്ക് അത് കണ്ട് ഭയം തോന്നി. അവൾ മുത്തശ്ശിയെ നോക്കി. ആരെയും നോക്കണ്ട, പോടി. ഗായത്രി പിന്നെ അവിടെ നിന്നില്ല. അവൾ പോയെന്ന് ഉറപ്പായപ്പോൾ നിധി മുത്തശ്ശിയെ രൂക്ഷമായി തുറിച്ചു നോക്കി. എന്നെ നോക്കി പേടിപ്പിക്കേണ്ട. നിന്നേക്കാൾ വലിയ മുതലാണ് ഞാൻ. ഞാൻ ഈ കണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നതാണ്. അതും ഒറ്റ വാക്കിൻ്റെ പേരിൽ. എന്നെ പറ്റിക്കാൻ നോക്കിയാലുണ്ടല്ലോ. മഹിയെ സ്നേഹിച്ച് ജീവിച്ചാൽ നിനക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ ഈ വീട്ടിൽ നിനക്കൊരു സ്ഥാനമുണ്ടാവില്ല. അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ഇനി തീരുമാനം ഞാൻ പറയും. അനുസരിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. പിന്നെ ഒന്ന് പോടി. എൻ്റെ വീട്ടിൽ ഞാൻ നിന്നെ അനുസരിക്കാൻ. മര്യാദയ്ക്ക് ജീവിച്ചാൽ നിനക്ക് കൊള്ളാം. ചേട്ടനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാലോ. അറിയാം. ഇത് അതോടെ നിർത്തിക്കോ. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കില്ല. അങ്ങനെ ഒരു തടസ്സം എൻ്റെ മുമ്പിലുണ്ടെങ്കിൽ അത് മാറ്റാനും എനിക്കറിയാം. എന്താടി, എന്താ നീ പറഞ്ഞത്? നീ എന്നെ തല്ലുവോ? ഏയ്, തല്ലാനൊന്നും എനിക്കറിയില്ല. ശേഷം അവൾ അവരുടെ കഴുത്തിൽ കയറി അമർത്തി പിടിച്ചു. കൊല്ലും ഞാൻ നിങ്ങളെ. അവളുടെ കൈപ്പിടിയിൽ കിടന്നു പിടഞ്ഞു അവര് കൈപിടിക്കാൻ നോക്കി. ഒരുവിധം കൈ മാറ്റിച്ചു. കുറെ ചുമച്ചു. ശ്വാസം കിട്ടാനും ബുദ്ധിമുട്ടായി. അറിയില്ല എന്നെ നിനക്ക്. എടി, നീ എന്നെ. ഇനി ഞാൻ അടങ്ങിയിരിക്കില്ല. നീയാണ് ഗോമതിയെ അടിച്ചതെന്ന് ഞാൻ എല്ലാവരോടും പറയും. അവൻ നിന്നെ അടിച്ചു പുറത്താക്കും ഇവിടെ നിന്നും. എന്നെ നീ ഭീഷണിപ്പെടുത്തി നിർത്തിയേക്കുകയായിരുന്നു എന്നും ഞാൻ ഗോപനോട് പറയും. നീ എന്നെ. അവർക്ക് ദേഷ്യം അടങ്ങിയില്ല. കാണിച്ചു തരാടി നിന്നെ ഞാൻ. മുത്തശ്ശി ധൃതിയിൽ മുറിയിൽ നിന്നും ഇറങ്ങി. ഇനി അവൾ ഈ വീട്ടിൽ വേണ്ട. മുത്തശ്ശി അത് തന്നെ പറഞ്ഞുകൊണ്ട് ഗോപന്റെ മുറിയിലേക്ക് പോകാൻ നട കയറി. ഹാളിലെ ഫ്യൂസിന്റെ അടുത്തേക്ക് ഓടി. കറണ്ട് മുഴുവൻ പോയി. എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ? മുത്തശ്ശി കിതച്ചുകൊണ്ട് ഓരോ പടിയും കയറി. പിന്നെ വീണ്ടും ചുമച്ചു. നിധി പിന്നാലെ പാഞ്ഞു. മുത്തശ്ശി നടകൾ കയറി മുകളിലെത്തി. പുറകിലൂടെ നിധി വരുന്നത് കണ്ട് വെപ്രാളത്തിൽ അവർ ഗോപ എന്ന് വിളിക്കാൻ വാ തുറന്നത് നിധി അവളുടെ കൈകൊണ്ട് അവരെ വാ പൊത്തി. ഇനി നീ എങ്ങനെ പറയുമെന്നാ? ഞാനൊന്ന് കാണട്ടെ. അവരുടെ ചെവിയിൽ അവൾ പറഞ്ഞു. അവളുടെ കയ്യിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. സോറി മുത്തശ്ശി. ശേഷം അവരെ താഴേക്ക് തള്ളിയിടാനായി ശ്രമിച്ചു. മുത്തശ്ശി പരമാവധി ശ്രമിച്ചെങ്കിലും നിധിയുടെ മുമ്പിൽ അവർക്ക് ഒരുപാട് നേരം പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ആ നടയിലേക്ക് മുത്തശ്ശി അവൾ തള്ളിയിട്ടു.